ഇവിടെയുള്ള കുട്ടികൾക്ക് നാടകം പരിശീലിക്കാൻ ഒരു വാടക കൊടുക്കാതെ ഒരു ഇടം ഉണ്ടാക്കി തരണം എന്ന് ഞാൻ ഒരുപാട് കാലം പിന്നാലെ നമുക്ക് ചോദിക്കേണ്ടവർ ചോദിച്ചു രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയൊക്കെ അങ്ങനെ പരാതികൾ തന്നെ ഉന്നയിച്ചു. അപ്പോൾ എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു നാടകം പരിശീലിക്കാൻ വാടകയില്ലാത്തൊരു ഇടം. അതാണ് ഇപ്പോൾ നാടകത്തിന് ഏത് തടസ്സം നിൽക്കുന്നത്. കുട്ടികൾക്ക് പരിശീലിക്കാൻ ഇപ്പോൾ കല്യാണ മണ്ഡപത്തിൻ്റെ ഒക്കെ റെന്റ് കൊടുക്കണം ഒരു ഓഡിറ്റോറിയം 28,000 30,000 50,000 ഒക്കെ കൊടുത്തിട്ട് ഒരു ദിവസത്തെ ഓഡിറ്റോറിയത്തിൽ കുട്ടികൾക്ക് പരിശീലിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്നത് മുഴുവൻ പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോഴും ഒരു സ്റ്റുഡൻ്റ് തന്നെയാണ്. നാടകമാണ് ഞാൻ മുന്നിൽ പഠിച്ചു പോകുന്നത്. സിനിമ പിന്നിൽ വരുന്നേ ഉള്ളൂ. ഇപ്പൊ നാടകത്തിൽ നിന്ന് വന്നിട്ട് നമ്മൾ ആ സിനിമയുടെ ആ പടിവാതിക്കൽ എത്തിയിട്ടുള്ളൂ. നമ്മൾ പടിവാതിക്കൽ എന്നിട്ട് നാടകത്തിലേക്ക് തിരിച്ചു നോക്കുമ്പോൾ എനിക്ക് തന്നെ എന്നെ കുറിച്ച് അഭിമാനം തോന്നി. കാരണം ഞാൻ എന്നെ തന്നെ സ്വയം വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വയം പരിശോധിക്കുമ്പോൾ നാടകാഭിനയം ഒരു വലിയ കാര്യം തന്നെയാണെന്നുള്ള എനിക്ക് ഇപ്പം സിനിമയും തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ അഭിനയത്തിനൊന്നും വലിയ പ്രാധാന്യം തോന്നുന്നില്ല. ഭയങ്കര ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് റേഡിയോ അപൂർവമായിരുന്നു. റേഡിയോക്ക് ലൈസൻസ് കൊടുക്കണമായിരുന്നു. അതറിയാം, ലൈസൻസ് ഉണ്ടായിരുന്നു. ലൈസൻസ് ഉണ്ടായിരുന്ന കാലത്ത് റേഡിയോ അത് അപൂർവം ചില വീടുകളിൽ ഉണ്ടാവുള്ളൂ. അത് മാറിയിട്ടാണ് നമ്മൾ കാസറ്റ് ഇട്ട് പാടുന്ന ടേപ്പ് റെക്കോർഡ്. അത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഈ കാസറ്റിൽ നിന്ന് പിന്നെ CD വരാൻ തുടങ്ങി. പിന്നെ വീഡിയോ ക്യാമറ ഇന്നെ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് തന്നെ കാണാം എന്നുള്ളൊരു രീതിയൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരാൾ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ എനിക്ക് കാണാൻ പറ്റുന്നതെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിനാണ് സിനിമ മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. അത് മാറിപ്പോൾ എവിടെ വന്നു നിൽക്കുന്നു? അത് മാറ്റുന്നത് ഭയങ്കര വേഗത്തിലായി. പിന്നെ റേഡിയോയിൽ നിന്ന് ടേപ്പ് റെക്കോർഡിലേക്ക് വരുന്ന മാറ്റമല്ല, മറ്റേ മാറ്റം കുറച്ചുകൂടി സ്പീഡിലായിരുന്നു. സ്പീഡിൽ മാറിക്കൊണ്ടിരുന്നു. ഡിജിറ്റൽ യുഗത്തിലേക്ക് അങ്ങോട്ട് മൈക്രോ ലെവലിലേക്കൊക്കെ വന്നപ്പോൾ ഭയങ്കര മാറ്റമായി. സാറുടെ ഇപ്പോൾ ഈ അഭിനയ ജീവിതം തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഒരുപാട് സിനിമകൾ ചെയ്തു, ഒരുപാട് നാടകങ്ങൾ ചെയ്തു. അപ്പോൾ സിനിമയിലേക്ക് നോക്കുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന സിനിമയുടെ സാഹചര്യവും ഇന്നുണ്ടായിരുന്ന സിനിമയുടെ സാഹചര്യങ്ങൾക്കും തമ്മിൽ എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? അതിന് ഇമ്പോർട്ടൻസ് പോയ പോലത്തെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? അതിനെപ്പറ്റി എന്താ പറയാനുള്ള ആ ഒരു ജേർണിനെ പറ്റി? മാറ്റങ്ങൾ എല്ലാം നാടകത്തിലെ മാറ്റങ്ങൾ വളരെ സ്ലോ ആണെന്ന് പറയാം. സിനിമയിലെ മാറ്റങ്ങൾ അങ്ങനെയല്ല. ഇന്നത്തെ എക്യുപ്മെൻറ്റ്സ് അല്ല, അല്ലെങ്കിൽ ഇന്നത്തെ ക്യാമറയല്ല നാളെ വരുന്നത്. അത്രയും സ്പീഡിലാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത് സാങ്കേതികമായിട്ട്. അതുകൊണ്ട് തന്നെ സിനിമ ആ ഒരു പണ്ടൊക്കെ നമുക്ക് സിനിമ പരിവേഷം കൂടുതലായിരുന്നു. ഒരു സ്റ്റാർഡം എന്നൊക്കെ പറഞ്ഞത് ഒരു നസീറിൻ്റെ സിനിമ, സത്യൻ്റെ സിനിമ, അത് കഴിഞ്ഞ് മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒക്കെ സോമൻ്റെ ഒക്കെ സിനിമ. അപ്പോഴൊക്കെ നമുക്ക് സിനിമ കാണുമ്പോൾ അതിലേക്ക് അങ്ങ് ലയിക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് അതിലെ ഗിമിക്സുകളൊന്നും നമുക്ക് വശമില്ലാത്തതാണ്. ഒരു കടലിലേക്ക് ചേർന്ന് കടലിലെ ചുഴിയിൽ അകപ്പെട്ടു പോകുന്നത് നമ്മൾ കാണുമ്പോൾ അത് യാഥാർത്ഥ്യമായിട്ട് നമ്മളെ തോന്നിപ്പിക്കുമായിരുന്നു. അത്തരം ഗിമിക്സുകളൊക്കെ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടി വീഴുന്നതും. അപ്പം അത് എങ്ങനെയാണത് ചെയ്യുന്നത് എന്ന് നമുക്ക് വശമില്ലായിരുന്നു. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം നമുക്കറിയില്ലായിരുന്നു. ഇന്ന് അത് വളർന്ന് സ്പീഡായി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിലേക്ക് വന്നപ്പോൾ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം സിനിമയുടെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന്. ഒരു കടലിലെ ചുഴി എങ്ങനെ ഉണ്ടാക്കാന്നുള്ള അവൻ്റെ മേശപ്പുറത്തേക്ക് ഉണ്ടാക്കും. ശരിയാണ്. പിന്നെ എന്ത് ഗിമിക്സ് കാണിച്ചാലും അത് എനിക്കറിയില്ല, പക്ഷെ നമ്മളുടെ താഴെയുള്ള ജനറേഷന് വളരെ വ്യക്തമായിട്ട് അറിയാം അതിൻ്റെ ഗിമിക്സ് എന്താണെന്നുള്ളത്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ സിനിമയുടെ ആ ഒരു പരിവേഷത്തിന് കോട്ടം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്യില്ലേ ഇതിനൊക്കെ ഭംഗിയായിട്ട് എന്ന് ഒരു കുട്ടി പറയുമ്പോൾ അവിടെ ആ ഒരു മറ്റത് ആ ഒരു അന്ന് കടലിൽ മുങ്ങിപ്പോയ ആളല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അയാൾ വീണ്ടും ചോദിച്ചപ്പോൾ പഴയ തള്ളാർ വരുന്നുണ്ട്, ഇയാളെല്ലാം അന്ന് മരിച്ചുപോയി ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. അതുകൊണ്ട് ആ സിനിമ പരിവേഷത്തിന് ഇനി അധികം കാലമില്ല എന്ന് സിനിമയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുമ്പോൾ അത് അപാകതണ്ടെങ്കിലേ ഉള്ളൂ. ഒരുപക്ഷെ സിനിമയിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരിക്കും. പക്ഷെ എൻ്റെ അനുഭവത്തിൽ എനിക്കങ്ങനെ തോന്നുന്നു. സിനിമയുടെ ഒരു പരിവേഷം ഇനി അധികമൊന്നുമില്ല എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ വീണ്ടും പിന്നെ നാടകം കയറി നിൽക്കും എന്നുള്ളൊരു തോന്നലുണ്ട് എനിക്ക്. പോയ കാലങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ നാടകത്തിനാണ് മുൻതൂക്കം, സിനിമയേക്കാൾ മുൻതൂക്കം നാടകത്തിനാണ്. ഇപ്പോൾ റോഡരിയിലൊക്കെ നാടക നടന്മാരുടെ ഫോട്ടോസാണ് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവുക. സിനിമാക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപരം നടക്കുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നാടകത്തിനും നാടക പ്രവർത്തകർക്കും അവിടെ അത്രമേൽ ഒരു നല്ല പരിവേഷം ഉണ്ടായിരുന്നു.
അതേപോലെ നമ്മൾ നാട്ടിൽ അത് കാരണം അവിടെ സിനിമയുടെ സാങ്കേതികത അവർക്ക് അറിയാമായിരിക്കാം. അപ്പോൾ ഈ സിനിമയുടെ സാങ്കേതിക അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാ കൊച്ചു കുട്ടികളും ഒരു മൊബൈലിൽ സിനിമ എടുത്ത് വിജയിക്കുന്നുണ്ട്. ശരിയാണ്. മോശവും ഉണ്ടാവാം, നല്ല സിനിമകളും വരുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനത്തിന് അത്ര വലിയ പരിവേഷം ഉണ്ടാവില്ല. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അയാളോട് ഒരു ആരാധന ഉണ്ടാവുക, അല്ലേ? ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അയാൾ ചെന്ന് ചെയ്യുമ്പോൾ എനിക്ക് അയാളോട് ഒരു ആരാധന ഉണ്ടാകും. അതാണ് സിനിമ ആരാധന എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ പറ്റുന്നില്ല, കപ്പലിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ആരാധന ഇപ്പോൾ ഇനി അധികം കാലം ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പോൾ ആ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നാടകത്തിൽ വന്നിട്ടുള്ള മാറ്റം അത് വളരെ സ്ലോ ആണെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് തൃക്കുറിശി ചേട്ടനൊക്കെ അഭിനയിക്കുന്ന കാലത്ത് സ്റ്റേജിൽ ഓർക്കസ്ട്ര വെച്ചിട്ടാണ്, പക്കവാദ്യങ്ങൾ വെച്ചിട്ടാണ് നാടകം കളിച്ചിരുന്നെങ്കിൽ അത് പിന്നീട് ഇപ്പോൾ കെ പി എസ് സിയുടെ ഒക്കെ പഴയ നാടകങ്ങൾ സ്റ്റേജിലാണ്. പിന്നെ അത് സൈഡിലേക്ക് മാറി. അപ്പോൾ നമുക്ക് ഓഡിയൻസിൽ കാണില്ല സൈഡിലിരുന്നിട്ട് പാടുന്നതും തബല വായിക്കുന്നതും മ്യൂസിക് വായിക്കുന്നതൊക്കെ. പിന്നീട് അത് കാസറ്റിലേക്ക് വന്നു. കാസറ്റിലാക്കിയിട്ട് ഒരാളിരുന്ന് ഓപ്പറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് മാറ്റമാണ്. പിന്നെ കാസറ്റ് മാറി സി ഡി ആയി ഇപ്പോൾ മൊബൈലുണ്ടെങ്കിൽ നാടകം വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പം അത്തരം സാങ്കേതികമായിട്ട് ഒരുപാട് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാങ്കേതികതൊന്നും നാടകത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല നമുക്ക്. ഇപ്പോൾ ഈ പറഞ്ഞ മ്യൂസിക്കിൻ്റെ തരം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന് സാങ്കേതികയ്ക്ക് വലിയ വശമല്ല. അത് ജൈവമായിട്ട് തന്നെ നിൽക്കണം, ജീവനുള്ളതായിട്ട് തന്നെ നിൽക്കണം, എന്നാലേ നാടകമാവുള്ളൂ. ഇപ്പോൾ ഈയിടെ ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ പ്രൊജക്ടർ വെച്ചിട്ടൊക്കെ നാടകത്തിലേക്ക് അടിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ആൾക്കാർ അത് നമുക്ക് ഇഷ്ടപ്പെടാണ്ടായി തുടങ്ങി. കാരണം നാടകം അതല്ല. ഞങ്ങൾ ഇതാണെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്താണെങ്കിൽ ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടോളാം, സിനിമ തിയേറ്ററിൽ പോയി കണ്ടോളാം, നിങ്ങൾ നാടകം കളിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടിക്ക് ഇപ്പോൾ അതൊക്കെ മാറ്റം വന്നു. മറ്റേ പ്രൊജക്ടറൊക്കെ അടിക്കുമായിരുന്നു. ഇപ്പോൾ കുതിരപ്പുറത്ത് പോകുന്നതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് സ്റ്റേജിൽ സ്ക്രീനിൽ ഇട്ട് കാണിക്കും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നാടകമായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ ജൈവകലയായതുകൊണ്ട് അതിന് ഒട്ടേറെ വളർച്ച ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല, മാറ്റങ്ങളുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. പതുക്കെ മാറ്റങ്ങളുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ ഇപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ ഷൂട്ട് ചെയ്ത പോലെയല്ല നാളെ ചിലപ്പോൾ ഷൂട്ട് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ ക്യാമറ തന്നെ പഴയ രീതിയിൽ പതുക്കെയായിരുന്നു മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതല്ല, അപ്പോൾ ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ക്യാമറ അതിൽ ഷൂട്ട് ചെയ്ത് നാളത്തെ ചാനലുകാർ പറയും ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത പുതിയ ക്യാമറ എടുത്തിട്ട് വാന്നൊക്കെ പറയും. അങ്ങനെ ഭയങ്കര. ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് റേഡിയോ അപൂർവമായിരുന്നു. റേഡിയോക്ക് ലൈസൻസ് കൊടുക്കണമായിരുന്നു, അതറിയായിരുന്നു. ലൈസൻസ് ഉണ്ടായിരുന്നു. ലൈസൻസ് ഉണ്ടായിരുന്ന ഒരു കാലത്ത് റേഡിയോ അത് അപൂർവം ചില വീട്ടുകളിൽ ഉണ്ടാവുള്ളൂ. അത് മാറിയിട്ടാണ് നമ്മൾ കാസറ്റ് ഇട്ട് പാടുന്ന ടേപ്പ് റെക്കോർഡ്. അത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ്. ഈ കാസറ്റിൽ നിന്ന് പിന്നെ CD വരാൻ തുടങ്ങി. പിന്നെ വീഡിയോ ക്യാമറ എന്നെ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് തന്നെ കാണാം എന്നുള്ളൊരു രീതിയൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരാൾ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ എനിക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിനാണ് സിനിമ മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. അത് മാറിപ്പോൾ എവിടെ വന്നു നിൽക്കുന്നു? അത് മാറ്റം ഭയങ്കര വേഗത്തിലായി. പിന്നെ മാറ്റം റേഡിയോയിൽ നിന്ന് ടേപ്പ് റെക്കോർഡിലേക്ക് വരുന്ന മാറ്റമല്ല, മറ്റേ മാറ്റം കുറച്ചുകൂടി സ്പീഡിലായിരുന്നു. സ്പീഡിൽ മാറിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിലേക്ക് അങ്ങോട്ട് മൈക്രോ ലെവലിലേക്കൊക്കെ വന്നപ്പോൾ ഭയങ്കര മാറ്റമായി. സാർക്ക് എപ്പോഴെങ്കിലും ഈ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒരു ക്യാരക്ടർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു ജീവിത സാഹചര്യം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടോ? അങ്ങനെ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടർ നമ്മളെ അറിയാണ്ട് നമ്മളെ ചിപ്പിൽ സേവ് ആയിട്ടുണ്ടാവും. എനിക്കൊരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ അറബി കഥ സിനിമ, അതിൽ എല്ലാവരും നന്നായി എന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു സഖാവാണ്. ഒരുപാട് സഖാക്കന്മാരൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു ചേഷ്ടകളാണ്. അപ്പോൾ അറബി കഥ ആ ഒരു ഷോൾഡർ കൊണ്ട് ഒരു അനക്കമുണ്ട്, അത് ഇയാളുടെ മാനേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർവ്യൂവിൽ ലാൽ ജോസ് ഇങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ അടുത്ത് കണ്ടില്ല ഓരോരോ മാനേഴ്സ്. അപ്പോൾ അത് എൻ്റെ മാനേഴ്സ് അല്ലായിരുന്നു. അത് അതിന് ശേഷം ഞാൻ അഭിനയിക്കുമ്പോൾ ഷോൾഡർ കൊണ്ട് ഇങ്ങനെയുള്ള ആക്കലൊന്നുമില്ല. അപ്പം ഞാൻ അറിയാണ്ട് തന്നെ വരണതാണ് അതൊക്കെ. അത് അയാളുടെ മാനറിസാണത്. ഞാൻ കണ്ട് മറന്നുപോയ അയാളുടെ മാനറിസാണത്. അപ്പോൾ അങ്ങനെ ഞാൻ അറിയാതെ തന്നെ അവരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ ഉള്ള ചില ക്യാരക്ടേഴ്സ് എന്ന് മാത്രമല്ല,
ചില മൃഗങ്ങളായാലും പക്ഷികളായാലും അവരെ നമ്മൾ നിരീക്ഷിക്കണം. നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഒരു കിളിയെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വവ്വലിനെ ഒന്ന് കാണിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ കാണിക്കും? അത് തൂങ്ങിക്കിടക്കണം. വവ്വൽ തൂങ്ങിക്കിടക്കുന്ന സാധനമാണെന്ന് അറിയണമെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കണം. അല്ലാത്ത ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഇമിറ്റേറ്റ് ചെയ്യുക എന്നാണ് പറയാൻ. അപ്പം ഞാൻ ഒരു രാജൻ കിഴക്കനയുടെ ഒരു നാടകം ഉണ്ടായിരുന്നു, നിറയോ നിറ എന്ന് പറഞ്ഞിട്ട്. അതിലൊരു കർഷകനാണ് ഞാൻ. ഒരു ജന്മിയാണ്, എന്നാൽ കർഷകനാണ്. കൃഷി ചെയ്ത് ജീവിക്കുന്നു. അപ്പോൾ ഈ വീട്ടിലെ ഈ ഭാഗം വെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിൽ പെടുന്നു. അവസാനം ഈ വൈക്കോല് എന്ന് പറഞ്ഞറിയോ? എന്താ വൈക്കോല്? എന്താ മറ്റേ പാടത്തുനിന്ന് കിട്ടുന്ന സാധനല്ലേ വൈക്കോല്? നമ്മൾ ഭക്ഷിക്കുന്ന അരിയുടെ തണ്ട്. അറിയില്ല, പുതിയ തലമുറ. അപ്പൊ ഈ വൈക്കോല് പിരിച്ചിട്ട് അത് കെട്ടി തൂങ്ങി മരിക്കുന്നതാണ് ഈ കഥാപാത്രം. അപ്പൊ ഇവിടെ പാലക്കാട് ഒരു ഭാഗത്ത് നാടകം കളിക്കാൻ പോയപ്പോ കർട്ടൻ വീണിട്ട് മുമ്പ് തന്നെ ഒരാൾ വന്ന് എൻ്റെ കാൽക്ക് വീഴുകയാണ്. കാൽക്ക് വീണിട്ട് ഇയാൾ കരഞ്ഞ്, ഞാനാണെങ്കിൽ വേറൊത്ത് കുളിച്ച് നിൽക്കുക, വീതം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ കയ്യിൽ എന്തോ തരുന്നുണ്ട് ഇയാൾ. അത് ഞാൻ പിടിച്ചു. എന്നിട്ട് ഇയാൾ കരഞ്ഞിട്ട് അല്ലാതെ അയാൾക്കൊന്നും സംസാരിക്കാനും പറ്റില്ല, ഒന്നുമില്ല. ഞാൻ അന്തം വിട്ട് പോയി. ഇത് നോക്കുമ്പോൾ എന്തോ 100-200 രൂപ ഉണ്ട് ചില്ലറ ചുറ്റി പിടിച്ചിട്ട്. അവസാനം എനിക്ക് അയാൾ കരഞ്ഞത് എന്തിനാണെന്ന് അറിയണമെന്ന് തോന്നി. ഞാൻ അയാളെ വിളിച്ച് ചോദിക്കുമ്പോൾ അയാൾ പറയണത് എൻ്റെ അച്ഛനാണിത്. അയാളുടെ അച്ഛൻ്റെ തനി സ്വരൂപം, രൂപം, നടത്തം ഇതൊക്കെയാണെന്നാണ് പറയണത്. അപ്പോൾ ഞാൻ അയാളെ കണ്ടിട്ട് പോലുമില്ല. ഞാനൊരു കർഷകനെ ചെയ്തു, കൃഷിക്കാരനെ ചെയ്തു, അയാളുടെ ആവശ്യതകൾ ചെയ്തു എന്നല്ലാതെ അയാൾ പറയണ എൻ്റെ അച്ഛനാണെന്ന്. അതാണ് ഈ കാൽക്ക വീഴുന്നത് അയാൾ. അപ്പോൾ എവിടെയോ ഉള്ള ഒരാളുടെ രൂപം, ഭാവം എന്നിലൂടെ അയാൾ കാണണമെങ്കിൽ അത് ആ ഒരു കർഷകനെ പഠിച്ച് നമ്മളൊരു കഥാപാത്രത്തെ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുന്ന ഒരാൾ എങ്ങനെയൊക്കെ ആവണം എന്നുള്ളത് നമ്മൾ പഠിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വരും. അപ്പോൾ അത് അറിയാത്തൊരു ഇതല്ലേ. ഞാനൊരു പക്ഷേ അയാളെ ഇൻഫ്ലൂയി ഉണ്ടാവും, എന്നെ അവർക്ക് അങ്ങനത്തെ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അയാളെ പോലെ തോന്നി, ഇയാളെ പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞു. ഇനി സാറിന്റെ വരാൻ പോകുന്ന റീസെന്റ് വർക്കുകൾ എന്തൊക്കെയാണ്? അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് എമ്പുരാൻ. അപ്പോൾ അതിൻ്റെ ഒരു 2 ദിവസത്തെ വർക്കും കൂടി ബാക്കിയുണ്ട് എനിക്ക്. അത് മഴ കാരണം പെൻഡിങ്ങിലായി പോയതാണ്. അതിപ്പോൾ ഈ മാസം അവസാനമായിട്ട് ചെയ്ത് തീർക്കണം. സാർ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നാടകങ്ങൾ ചെയ്യുമ്പോൾ, സിനിമകൾ ചെയ്യുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമ്മൾ മീറ്റ് ചെയ്യും, ഒരുപാട് കലാകാരന്മാരെ നമ്മൾ മീറ്റ് ചെയ്യും, ഒരുപാട് കഥാപാത്രങ്ങളെ നമ്മൾ മീറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ മാറി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ഈ സിനിമയും നാടകങ്ങളും ഒക്കെ മാറി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ എന്തൊക്കെയാണ് പുതിയതായിട്ട് പഠിക്കാൻ പറ്റിയത് ഈ ആൾക്കാരിൽ നിന്ന്? ഈ അഭിനയം എന്ന് പറയുന്നത് പഠിച്ചാൽ തീരാത്തൊരു അവസ്ഥാവിശേഷം ഉണ്ടായിന്. അങ്ങനെ അഭിനയം പഠിച്ച് പൂർത്തിയായ ആരെങ്കിലും ഉണ്ടോയെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത കാലത്തൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു 70 ജന്മം പഠിച്ചാലും തീരാത്ത പാഠങ്ങളാണ് അതിൽ. നമുക്ക് കിട്ടുന്നത് ആകെ ഒരു 70 വയസ്സ് 80 വർഷമൊക്കെ ഉള്ളൂ. അതിൽ ബാല്യകാലം കുറച്ച് പോകും. അപ്പോൾ ആ ഒരു പ്രായം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്നതല്ല അഭിനയം. അതേപോലൊരു 700-7000 തവണ ജീവൻ കിട്ടിയാലും ഒരുപക്ഷെ പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിനയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്നത് മുഴുവൻ പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോഴും ഒരു സ്റ്റുഡൻ്റാണ്. നാടകമാണ് ഞാൻ മുന്നിൽ പഠിച്ചു പോകുന്നത്. സിനിമ പിന്നിൽ വരുന്നേ ഉള്ളൂ. അപ്പം നാടകത്തിൽ നിന്ന് വന്നിട്ട് നമ്മൾ ആ സിനിമയുടെ ആ പടിവാതിക്കൽ എത്തിയിട്ടുള്ളൂ. നമ്മൾ പടിവാതിക്കൽ എന്നിട്ട് നാടകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തന്നെ എന്നെക്കുറിച്ച് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഞാൻ എന്നെ തന്നെ സ്വയം വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വയം പരിശോധിക്കുമ്പോൾ നാടകാഭിനയം ഒരു വലിയ കാര്യം തന്നെയാണെന്നുള്ളത് എനിക്ക് ഇവിടുന്ന് സിനിമയും തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ അഭിനയത്തിനൊന്നും വലിയ പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. എന്നാൽ അഭിനയിക്കണം, പക്ഷെ അതിനല്ല പ്രാധാന്യം എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ പഠിക്കാൻ ഒരുപാടാണ്. നാടകത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് പഠിക്കാം. എനിക്ക് എൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തെ മുൻനിർത്തിയിട്ട് അതിനെ മറ്റേ തിയേറ്ററിൽ ബോഡീനെ
ഹ്യൂമൻ ബോഡീനെ കീറി മുറിച്ച് പഠിക്കുന്ന പോലെ എനിക്ക് ഇവിടെ നാടകത്തിൽ എനിക്ക് എന്നെ കീറി മുറിച്ച് പഠിക്കാൻ പറ്റും. സിനിമയിൽ അത് പറ്റുന്നില്ല എനിക്ക്. സിനിമയിൽ ഞാൻ പഠിക്കണമെങ്കിൽ ഒരുപാട് തലങ്ങളിലേക്ക് പോകണം. എളുപ്പമല്ല അത്. ക്യാമറ അറിയണം, അതിൻ്റെ ഡയറക്ഷൻ ആംഗിൾ അറിയണം, അതിൻ്റെ എഡിറ്റിംഗ് അറിയണം, അതിൻ്റെ മിക്സിങ് അറിയണം, അതിൻ്റെ ഒരുപാട് സാങ്കേതിക വശങ്ങളാണ് അതിനുള്ളത്. അത് ഒറ്റ രീതിയിൽ പഠിക്കാൻ പറ്റില്ല. എന്നാലേ സിനിമ മുഴുവൻ പഠിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്നത് മാത്രം പഠിച്ചാൽ അതിൻ്റെ അഭിനയം വേണ്ടെങ്കിൽ പിന്നെ തന്നെ ഞാൻ അഭിനയിക്കുന്നു പഠിക്കുന്നതിൽ. സിനിമയിൽ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ പറയുന്നു. പരമാവധി ഞാൻ അത് പഠിച്ച് കഥാപാത്രത്തെ പഠിച്ചത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വളരെ അപൂർവമായിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് കിട്ടി നമ്മൾ ആ കഥാപാത്രത്തെ നമ്മൾ മോൾഡ് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിലേക്ക് മോൾഡ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അത് സംവിധായകൻ്റെ കണ്ണിലൂടെ അത് പോരാൻ തോന്നുകയും അതിനെ തിരുത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വല്ലാതെ വൈബ്രേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ. കാരണം നമ്മളതിനെ കഥാപാത്രത്തെ കണ്ടതും പഠിച്ചതും അങ്ങനെയല്ല. ഇപ്പോൾ കഥാപാത്രം പറയുന്ന ഇപ്പോൾ ഒരു എഴുത്തുകാരൻ എഴുതി വെക്കുമ്പോൾ എം ടി പോലുള്ള ആളല്ല കേട്ടോ ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ. എം ടിയുടെ കഥാപാത്ര സൃഷ്ടികളൊന്നും നമ്മളൊന്നും കൈവയ്ക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പോഴത്തെ എഴുത്തുകാർ എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു 10 കഥാപാത്രം അല്ലെങ്കിൽ 15 കഥാപാത്രത്തിന് വേണ്ടി എഴുതുമ്പോൾ ചില കഥാപാത്രങ്ങൾക്ക് അയാൾ പറയുന്ന രീതി, അയാൾ പറയുന്ന ഭാഷ അതൊക്കെ മാറിപ്പോവാറുണ്ട്. ഒരു മീൻ കച്ചവടക്കാരൻ പറയുന്നതല്ല കോടതിയിൽ, ആ ഒരു ശൈലിയല്ല കോടതിയിൽ വക്കീൽ പറയുക. വക്കീൽ പറയുന്ന പോലെ മീൻ കച്ചവടക്കാരന് ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മളെ അടുത്തുള്ള കഥാപാത്രത്തെ പഠിക്കണം, അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ പഠിക്കണം, അപ്പോഴേ നമുക്ക് കഥാപാത്രമാകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കഥാപാത്രം, ഞാൻ പഠിച്ച കഥാപാത്രത്തിന് എനിക്ക് ചില ഡയലോഗ് എനിക്ക് പറയാൻ പറ്റാതെ അങ്ങനെ നിൽക്കും. ഞാൻ പ്രോമിറ്റിംഗ് കേട്ടിട്ട് ചെയ്യുന്ന ആളല്ല. എനിക്ക് പ്രോമിറ്റിംഗ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പം ഞാൻ പഠിച്ചിട്ടേ പറയാനുള്ളൂ. അപ്പോൾ ആ കഥാപാത്രത്തിന് പറയാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവിടെ കല്ല് കടിക്കും. അത് ചിലപ്പോൾ ചില സംവിധായകർ, ഒട്ടുമിക്ക സംവിധായകരും ചിലപ്പോൾ ശുചി അത് അയാൾ ഒന്നും പറയണ്ട, അയാൾ അങ്ങ് അയാൾ ചെയ്തോളും എന്ന് അസിസ്റ്റൻ്റായിട്ടുള്ളവരോട് പറയും സംവിധായകൻ. അത് കുഴപ്പമില്ല, അയാൾ ചെയ്തോളും. അപ്പോൾ അത് നാടകത്തെ അറിയുന്ന ഒരു സംവിധായകനായിരുന്നു. ഒരു നാടകത്തുനിന്ന് വന്നുള്ള ഒരാൾക്ക് ഇത്തരം മോഡുലേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഡയലോഗ് റെൻഡറിങ്ങിനെ കുറിച്ചിട്ടോ അധികമൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സംവിധായകൻ അറിയുന്ന ആളാണെങ്കിൽ നമ്മളൊരു വല്ലാണ്ട് ഇടപെടാൻ പറ്റില്ല. അതറിയാത്ത ഒരാളാണെങ്കിൽ അയാൾ മനസ്സിൽ കണ്ടത് അതേപോലെ വരുത്താൻ വേണ്ടി നമ്മളിൽ സമ്മർദ്ദം ചെലുത്തും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കൃത്രിമമായിട്ട് ചിലപ്പോൾ പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ പറയാം അവരോട്, ഇത് ഈ കഥാപാത്രത്തിന് പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതന്നെ പറയണം, നിർബന്ധമാണെങ്കിൽ ഞാൻ പഠിച്ചിട്ട് പറയാം എന്ന് പറയും. മറ്റത് ഞാൻ പഠിച്ചിട്ട് പറയണതല്ല. നമ്മൾ ഒരിക്കലും ഇപ്പോൾ നാടകത്തിലും അങ്ങനെ തന്നെയാണ്. ഈ എഴുതി തന്ന ഡയലോഗ് കാണാപാഠം പഠിക്കലല്ല. അത് ഒരിക്കലും കാണാപാഠം പഠിക്കേണ്ട കാര്യമില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കഥാപാത്രം അറിയാണ്ട് ഛർദ്ദിച്ചോളും, പറഞ്ഞോളും. അപ്പോൾ ഈ വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ നാടകത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടകം ലൈവാണല്ലോ. അപ്പോൾ വിമർശനങ്ങൾ എന്ന് പറയുന്നതും ലൈവായിട്ടായിരിക്കും. സിനിമയിലുള്ളത് പോലെയല്ല ഈ നാടകത്തിന്റെ വിമർശനങ്ങൾ പറയുന്നത്. അപ്പം അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, ഈ വിമർശനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു നാടകത്തിനോ? നാടകത്തിൽ ഈ പറഞ്ഞ പോലെ ലൈവാണ്, അപ്പോഴേക്കപ്പം കിട്ടും. അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാട്ടോ. അത് കഴിയുന്നതും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ പണ്ട് പ്രൊഫഷണൽ നാടകത്തിൽ വരാനായിട്ട് മുമ്പ് ഈ തീവ്ര ഇടതുപക്ഷ നാടകങ്ങൾ കളിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പാടത്ത് കട്ട കൊണ്ട് ഏറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എന്തിനാണ് നമ്മളിങ്ങനെ അവതരിപ്പിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവരെ ഇതിന് പ്രേരിപ്പിച്ചത് അപ്പോഴത്തെ രാഷ്ട്രീയമാണ്, അല്ലാതെ നാടകാഭിനയം എന്നല്ല. അപ്പോൾ ഒരു നാടകമാണ് അത്, പ്രവാചകരെ കല്ലെറിയുന്ന നാടകം. അതിൻ്റെ ക്ലൈമാക്സിൽ ഞാനൊരു ബിഷപ്പാണ്, ബിഷപ്പിനെ തൂക്കി കുരിശിൽ ഏറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ക്രിസ്ത്യൻസിന് ആൻറ്റി ആയിട്ടുള്ളൊരു നാടകമാണ് അത്. അങ്ങനെ ജനങ്ങൾ മുഴുവൻ ഒഴിഞ്ഞു പോയാൽ എന്നെ ഈ കുരിശിൽ നിന്ന് ഇറക്കാൻ പറ്റുള്ളൂ. ഈ ജനങ്ങളൊട്ട് ഒഴിയണമില്ല, ചുറ്റും കൂടി ഒന്ന് പരമത്തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് ബാൻഡ് മേളമുണ്ട്. അങ്ങനെ അതിൻ്റെ നേരത്തെ ശേഖരമാഷ് എന്ത് ചെയ്തു, ഈ ബാൻഡ് മേളത്തിന് അപ്പുറത്തൊരു ഗേറ്റിൽ കൊണ്ട് ചെയ്യുന്നുണ്ട്, അവിടെ കൊട്ടാൻ പറഞ്ഞു. അപ്പോൾ അവിടെ കൊട്ടുകെട്ടപ്പോൾ ഓരോക്കെ ഇറങ്ങിപ്പോയി, അങ്ങോട്ട് പോയി. അപ്പോൾ ഇറക്കി. അതൊക്കെ ഇതിൻ്റെ വിമർശനത്തിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ള വിമർശനങ്ങളാണ്. ഇപ്പോഴത്തെ സമൂഹത്തിലെ ഒരു ആസ്വാദന നിലവാരം നമുക്ക് പരിശോധിക്കേണ്ട തരത്തിൽ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്.
അതിപ്പോൾ രാഷ്ട്രീയമായാലും മതമായാലും ഒക്കെ ആയാലും ആരെയും ഒന്നും വിമർശിക്കാൻ പാടില്ല. നാടകമാണെങ്കിൽ ഇതിനൊക്കെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു കലയാണ് നാടകം. ശരിയാണ്. എല്ലാ പ്രതിഷേധങ്ങൾക്കും നേരെ വിരൽ ചൂണ്ടുന്ന ഒരു നാടകം. ഇപ്പോഴത്തെ അവസ്ഥയും വലിയ മോശമാണ്. അതുകൊണ്ട് തന്നെ ഈ നാടക എഴുത്തുകാരനും നാടക പ്രവർത്തകരൊക്കെ വല്ലാതെ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ചങ്ങലക്കിട്ടപ്പെട്ടിരിക്കുക. കാരണം ഒരു അന്ധവിശ്വാസത്തെ കുറ്റം പറയാൻ പറ്റില്ല, അപ്പോൾ ക്ഷേത്രക്കാർ ഇടപെടും. രാഷ്ട്രീയം പറയാൻ പാടില്ല, അപ്പോൾ രാഷ്ട്രീയക്കാർ ഇടപെടും. ജാതി മത ചിന്തകളൊന്നും പറയാൻ പാടില്ല, അപ്പോൾ അവരിടപെടും. അല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് നമ്മളിത് നാടകമാണെന്നും സിനിമയാണെന്നും കണ്ട് ബോധ്യപ്പെടാത്തതിൻ്റെ കുഴപ്പമാണത്. ആസ്വാദനത്തിൻ്റെ ലെവല് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. അത് വല്ലാത്ത ഭയപ്പെടുന്നതാണ്. ഒരു കല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് ഇപ്പോഴത്തെ ജാതി മത ചിന്തകളുടെയും രാഷ്ട്രീയക്കാരുടെയും കയ്യിൽ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. ഈ പറഞ്ഞതുപോലെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടകത്തിനെ കണ്ടിരുന്ന രീതി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് സാറ് പറഞ്ഞ പോലെ ഭയങ്കര കൺഫൈൻഡ് ആയിപ്പോയി. നാടകം എന്ന് പറയുന്ന ഒരു കല തന്നെ ഭയങ്കര കൺഫൈൻഡ് ആയിപ്പോയി. അതിലേക്ക് വരുന്ന ആൾക്കാർ ഭയങ്കര കൺഫൈൻഡ് ആണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം വരുന്നത്? നാടകത്തിന് അങ്ങനെ നാടകം എന്ന കല അതുപോലെ തന്നെ നിൽക്കും, അതിന് യാതൊരു സംശയമില്ല. അത് അങ്ങനെ ഇല്ലാതാവാൻ പറ്റിയ ഒരു സാധനമല്ല. അത് സിനിമ ഇല്ലാതായാലും നാടകം ഇല്ലാതാവില്ല. അതിപ്പോൾ കാണികളെ സംബന്ധിച്ചിടത്തോളം കുറവ് വന്നേക്കാം. അതിപ്പോൾ ഒരാളുണ്ടായാൽ മതി നാടകം കളിക്കാൻ. ഇപ്പോൾ എന്നമ്പിള്ള സാറ് പറഞ്ഞിട്ടുണ്ട്, നിൽക്കാനൊരു തറ, പിന്നിലൊരു മറ, മുന്നിൽ നിങ്ങളും. ആ നിങ്ങൾ എന്ന് പറഞ്ഞത് ഒരാളായാലും മതി, അപ്പോൾ നാടകം പൂർണ്ണമാവും. കാണികൾ കൂടിയിട്ടുള്ളൂ ഞാൻ പറയുള്ളൂ. കാണികൾ കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ വർഷം അക്കാഡമി മത്സരത്തിന്, പ്രൊഫഷണൽ നാടക മത്സരത്തിന് ഞാനൊരു ജഡ്ജായിരുന്നു. അപ്പോൾ ഒരു ദിവസം 2 നാടകമായിരുന്നു. രാവിലെ ഒരു നാടകം, വൈകിട്ട് ഒരു നാടകം. ഈ 2 ഷോയ്ക്കും ഹൗസ്ഫുള്ളായിരുന്നു. ഹൗസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് നിന്നിട്ടൊക്കെയാണ് ആൾക്കാർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാടകം തുടങ്ങേണ്ട 1 മണിക്കൂർ മുമ്പേ വന്ന് ഇരിപ്പിടം പിടിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ വളരെ സന്തോഷത്തോടെ നമ്മൾ നോക്കിയിട്ടുണ്ട് ഒരു നാടകക്കാരനാണ്. കാരണം അങ്ങനെ സന്തോഷിക്കാൻ കാരണം പലരും ഞാനിപ്പോൾ ഈ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്നതിന് ശേഷം ചില ഫംഗ്ഷനൊക്കെ ഇരിക്കുമ്പോൾ പലരും ഈ തലനരച്ചവരൊക്കെ പറയും, നാടകം അന്യം നിന്നുപോയി, നാടകം കാണാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇത്തരം നാടകം കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതിനുശേഷം എവിടെ നാടക മത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഹൗസ്ഫുള്ളാണ്. പക്ഷെ അവിടെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താ ഉണ്ടായി വെച്ചാൽ, ഞാൻ വല്ലാതെ സശ്രദ്ധം വീക്ഷിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇതിൽ ചെറുപ്പക്കാർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഒരൊറ്റ മനുഷ്യൻ പോലും, ഒരു 20 വയസ്സിന് ചോടെയുള്ള ഒരാളും ആ നാടകശാലയിലേക്ക് നാടകം കാണാൻ വന്നില്ല എന്നുള്ളത് ഒരു നാടക പ്രവർത്തകൻ എന്നുണ്ടെങ്കിൽ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ജനറേഷൻ പോയി കഴിഞ്ഞാൽ നാടകം കാണാൻ ആരെങ്കിലും ഉണ്ടാവുമെന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു റിപ്പോർട്ടിൽ വെച്ചത് എന്താ വെച്ചാൽ, ഈ ചെറുപ്പക്കാരെ നാടകത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാവണം എന്നുള്ളതാണ്. അത് അല്ലാതെ നാടകത്തിന് ഒരു വലിയ കോട്ടൊന്നും വരില്ല. നാടകം ജൈവ കലയായതുകൊണ്ട് തന്നെ എന്നും നിലനിൽക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. നാടകത്തിനൊന്നും ഒരു കോട്ടം ഉണ്ടാവില്ല. പക്ഷെ നാടകത്തിൽ ഈ പറഞ്ഞ പോലെ മാറ്റങ്ങളൊന്നും കാര്യമായിട്ട് വരുന്നില്ല എന്നുള്ളത് ഒരു പരിധിവരെ ശരിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ KPSCയുടെ നാടകങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ആൾക്കാരിപ്പോൾ നാടകത്തിന് അത്ര പോരാന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നാടകത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊരു ലിമിറ്റ് വന്നു. അത് വല്ലാതെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. നാടകത്തിൽ എന്ന് പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ ചോര തിളയ്ക്കുന്ന സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചോര തിളയ്ക്കുന്ന സംഭാഷണം നമ്മൾ പറഞ്ഞു നമ്മളെ ചോര പുറത്തേക്ക് പോകുന്ന ഒരു രീതിയിലാണ്. അത്തരം സംഭാഷണങ്ങളൊന്നും പറയാൻ വയ്യാത്ത ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു ഇടിവാണ്. പിന്നെ നാടകം വെറും ഒരു എൻ്റർടൈൻമെൻ്റായിട്ട് മാറും. എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല നാടകം. നാടകം തെറ്റിനെതിരെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആയുധമാണ് നാടകം. അത് അങ്ങനെ തന്നെ കളിച്ചാലേ നാടകമാവുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ 1-2 പ്രശ്നങ്ങളാൽ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറയാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ട്. അപ്പോൾ നാടകത്തിൻ്റെ വീര്യം കുറയും. കാരണം നാടകം എന്നാൽ ഇതാണ് എങ്കിൽ അത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ആ നാടകത്തിൻ്റെ വീര്യം കുറയും. ശരിയാണ്.
അപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റേജൊക്കെ ഉണ്ട് നാടകമൊക്കെ കളിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഇനി അടുത്ത നാടകം എപ്പോഴാണ് ഇവിടെ കളിക്കാൻ നാടകം പോകുന്നത്? ഇപ്പം നാളെ മറ്റന്നാളായിട്ട് റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ. പൂമാതപ്പൊന്നമ്മ പറഞ്ഞൊരു നാടകം, അതൊരു 10-28 പേര് അടങ്ങുന്ന ഒരു നാടകം. അപ്പോൾ എൻ്റെ ഈ പ്രവർത്തനം കൊണ്ട് ഇപ്പോൾ എവിടെയും അങ്ങനെ നാടകത്തിലേക്ക് അങ്ങനെ കുട്ടികൾ വരുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. ആ പരാതി പറഞ്ഞിരിക്കാതെ നമ്മൾ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് ആരും ശ്രമിക്കുന്നില്ല. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്നാലാവുന്നത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ. അപ്പോൾ ഇത്രയും കുട്ടികൾ നാടകത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓഡിറ്റോറിയത്തിൽ 20 വയസ്സിന് ചോടെ കുട്ടികൾ വരുന്നില്ല എന്നുള്ള ആ പരാതിക്ക് വേണ്ടി, ആ പരാതി പരിഹരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം, എൻ്റെ തട്ടകത്തിലേക്ക് 10-40ഓളം 50ഓളം ചെറുപ്പക്കാർ വരുന്നുണ്ട്. അവിടെ നാടകം പഠിക്കുന്നുണ്ട്, അവിടെ ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്നുണ്ട്, സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, തിരക്കഥ എഴുതുന്നുണ്ട്, നാടകം എഴുതുന്നുണ്ട്. അത് എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന അദ്ദേഹത്തിന് പെട്ടിട്ട് എനിക്ക് ശേഷം ഇവരൊക്കെ ഉണ്ട് എന്ന് ആശ്വാസമായിട്ട് എനിക്ക് മടങ്ങാലോ. പിന്നെ ഇപ്പോൾ ഈ സ്റ്റേജ് ഞാൻ നാട്ടുകാർക്ക് വിട്ടുകൊടുത്തത് എന്താ വെച്ചാൽ അത് വലിയൊരു കഥയാണ്. കാരണം എനിക്കിപ്പോൾ എൻ്റെ നഗരസഭയോടല്ലേ പറയാൻ പറ്റുള്ളൂ, എൻ്റെ അധികൃതരോടല്ലേ പറയാൻ പറ്റുള്ളൂ. ഇവിടെയുള്ള കുട്ടികൾക്ക് നാടകം പരിശീലിക്കാൻ ഒരു വാടക കൊടുക്കാതെ ഒരു ഇടം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ ഒരുപാട് കാലം പിന്നാലെ നടന്നിട്ട് ചോദിക്കേണ്ടവരോട് ചോദിച്ച് രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയൊക്കെ അങ്ങനെ പരാതികൾ തന്നെ ഉന്നയിച്ചു നടന്നു. അപ്പോൾ എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു അത്, നാടകം പരിശീലിക്കാൻ വാടകയില്ലാത്തൊരിടം. അതാണ് ഇപ്പോൾ നാടകത്തിന് ഒരു തടസ്സം നിൽക്കുന്നത്. കുട്ടികൾക്ക് പരിശീലിക്കാൻ ഇപ്പോൾ കല്യാണ മണ്ഡപത്തിൻ്റെ ഒക്കെ റെൻറ്റ് കൊടുക്കണം ഒരു ഓഡിറ്റോറിയത്തിന്. 28,000, 30,000, 50,000 ഒക്കെ കൊടുത്തിട്ട് ഒരു ദിവസത്തെ ഓഡിറ്റോറിയത്തിൽ കുട്ടികൾക്ക് പരിശീലിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് സൗജന്യമായി പഠിക്കാൻ സർക്കാർ ചെയ്തു കൊടുക്കണം. അത് ആ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ എനിക്ക് തോന്നി ഇപ്പം ഞാൻ മരിക്കുന്നതിന് മുമ്പ് അത് സാധിക്കില്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ബാക്കി വെച്ചിട്ട് ഞാൻ മരിക്കണ്ടേ. അപ്പോൾ ഇത് 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ എൻ്റെ വീട്, 5 സെൻറ്റ് വീട് നിൽക്കുന്നു. അപ്പം അന്നേ ഞാനത് മാറ്റി പണിതിട്ടുണ്ട്, ഇടം മാറ്റിയിട്ടിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മരിക്കുന്നതിന് മുമ്പ് ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാച്ചിട്ട് പണിതാണത്. നാട്ടുകാർക്ക് വിട്ടുകൊടുത്ത് ആർക്കെപ്പോൾ വേണമെങ്കിലും വന്നിട്ട് നാടകം അല്ലാതെയും ചെറിയ ചെറിയ ഫങ്ഷൻസൊക്കെ ഇവിടെ നടക്കാം. എനിക്കത് ഉപരി നാടകം പരിശീലിക്കാൻ ഇത് മതി, നാടകം പരിശീലിക്കാൻ, നാടകം കളിക്കാൻ ഇത് മതി. നാടകം കളിച്ചിട്ടുണ്ട് ഇവിടെ, കളിക്കുന്നുണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ എൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യ പൂർത്തീകരണമാണിത്. ഇപ്പോഴും ഞാൻ അതിന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നാടകം കളിക്കാനൊരു ഇടം വേണമെന്നുള്ളത്. ഇല്ല, കേരളത്തിലില്ല, എവിടെയില്ല. പിന്നെ ഈ കമ്മ്യൂണിറ്റി ഹാളുകളൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഒരു കല്യാണം എയിം ചെയ്തിട്ടാണ് ഒരു നമ്മളിപ്പോൾ ഈ സാംസ്കാരിക നിലയങ്ങളാണ് ഈ കമ്മ്യൂണിറ്റി ഹാളുകൾ, ടൗൺ ഹാളുകൾ എന്നൊക്കെ പറയുന്നത് സാംസ്കാരിക നിലയങ്ങളാണ്. ഓരോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലും ഉണ്ടാവണം എന്നുള്ളൊരു നിലപാടൊക്കെ ഉണ്ട്. അപ്പം അത്തരം ഓഡിറ്റോറിയങ്ങളൊക്കെ അവർ കല്യാണത്തിനാക്കി മാറ്റി വെച്ചിരിക്കും. ഗുരുവായൂർ ടൗൺ ഹാൾ കല്യാണത്തിനാണ് 30,000, 40,000 ഒക്കെയാണ് കല്യാണത്തിന്. പക്ഷേ ഞാനിപ്പോൾ ഒരു ചെയർമാനെ കണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗജന്യ നിരക്കിൽ തരാറുണ്ട്, ഒരു 12 രൂപ ഗാനത്തിൽ നാടകം അവതരിപ്പിക്കാൻ തരാറുണ്ട്. അപ്പോൾ അതും റിഹേഴ്സലിന് പാകാവില്ലല്ലോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ സ്ഥിരം സെറ്റ് കെട്ടിയിടണം അവിടെ, അത് പറ്റില്ല. അപ്പോൾ അവിടെ കല്യാണങ്ങളില്ലാത്തൊരു ഡേറ്റ് നോക്കിയിട്ട് ആണെങ്കിൽ നമുക്ക് ചെയ്തു തരാറുണ്ട്. ഇപ്പോൾ CCC ഫൈൻ ആർട്സ് സൊസൈറ്റി ഉണ്ട്, അവർക്കും ഭാർഗവ മാഷ് ഉണ്ടായിരുന്ന കാലത്ത് തുടങ്ങി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കത് അങ്ങനെ ഒരു സൗജന്യം നൽകുന്നുണ്ട്. ഒരു പക്ഷേ ഞാനിതിന് ഇങ്ങനെ പിന്നാലെ നടന്ന് ബഹളം വെച്ച് നടക്കുന്ന ആളായതുകൊണ്ടാവാം നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ പഞ്ചായത്തിലും ഓരോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലും കുട്ടികൾക്ക് നാടകം പരിശീലിക്കാൻ ഒരിടം ഇപ്പോഴും മനസ്സിലുള്ളൊരു സ്വപ്നമാണത്. എൻ്റെ സാധിച്ചെങ്കിലും കേരളത്തിലെ എല്ലായിടത്തും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അതാണ് ഇതിൻ്റെ ചരിത്രം. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ. ഇനിയും നാടകങ്ങൾ, സാറിൻ്റെ സ്വപ്നങ്ങളെല്ലാം നടക്കട്ടെ, നിറവേറട്ടെ. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന്. ആൻഡ് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നാടകം അല്ലെങ്കിൽ അഭിനയം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് സാറുമായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സോ താങ്ക് യു സോ മച്ച് സർ. നാടകങ്ങൾ കാണുക, നാടകങ്ങളെ കാണാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക. നമ്മളിപ്പോൾ ഒരു ജ്വല്ലറിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മളെ കുട്ടികളെ കൂട്ടുന്നില്ലേ, കുട്ടികളെ വണ്ടി കയറ്റുന്നില്ലേ. ഒരു കല്യാണത്തിനാണ് പോകുന്നത്, പാടോ എല്ലാവരും കയറ്റും. സ്വർണ്ണക്കടയിലേക്ക്, തുണിക്കടയിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ കുട്ടിയെ കയറ്റും. നാടകശാലയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കുട്ടികളെ കൊണ്ടുപോകാത്ത? അതൊരു ചോദ്യം ബാക്കി വെച്ചിട്ട് നമുക്ക് ചർച്ച കൂടെ അവസാനിപ്പിക്കാം.
കുട്ടികളെ നാടകം കാണാൻ പ്രേരിപ്പിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.